ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്നാക്കായിട്ട് അങ്ങനെ ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഇത് പുട്ടിനെടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളന്നെടുത്ത് വെച്ചത് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുട്ടുപൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഴുത്ത പഴമാണ്. ഇതേപോലെ നല്ല പഴുത്ത് കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചെറുപഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഇതിന് എക്സ്ട്രാ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കുന്നില്ല. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ശർക്കരയോ പഞ്ചസാരയോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പുട്ടുപൊടിയുടെ അളവിന് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കറക്റ്റ് ആയിരിക്കും. കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത്. അതേപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും ജീരകവും ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ ഈർപ്പത്തിൽ തന്നെ ഈ പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല കട്ടിക്കാണ് മാവിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പുട്ടുപൊടിക്ക് കറക്റ്റ് ഈ 2 പഴത്തിൻ്റെ മിക്സ് മതിയായിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഒന്നെങ്കിൽ കൊഴുക്കട്ടയുടെ ഷേപ്പിനാക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ പിടിയുടെ ഷേപ്പിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ എടുത്തു വെച്ച മാവ് മുഴുവനും പിടി ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ചൂടാക്കി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പിടിയൊക്കെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 8 മിനിറ്റിൽ ആവി കയറ്റിയാലും മതിയാവും. 8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.